നബിയുനാ ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മിമ്പറിൽ ഖുതുബ നടത്തിയപ്പോ 0 ഡിഗ്രിയിലിരുന്ന ഒരു സമുദായം ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയത് മുതൽ പഠനങ്ങളുടെയും മനനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഖുർആൻ പാരായണങ്ങളുടെയും ഖുർആൻ കേൾവികളുടെയും ലോകത്തേക്ക് അവർ കടന്നു വന്നു. യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, വിശുദ്ധ ഖുർആൻ ഓതപ്പെടുകയും ആ ഖുർആനിന്റെ പരിഭാഷ പറയപ്പെടുകയും അതിന്റെ ആശയങ്ങൾ വിശദീകരിക്കപ്പെടുകയും ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം 16-ാം അധ്യായം 46-ാമത്തെ വചനം. ഈ വേദഗ്രന്ഥത്തിന്റെ വചനങ്ങളെ മഹാരഥനായ പ്രവാചക ചക്രവർത്തി, മാനുഷികതയുടെ പ്രവാചകൻ, കാരുണ്യത്തിന്റെ തിരുദൂതർ, വിമോചന ദർശനങ്ങൾ ലോകത്ത് പകർന്നുകൊടുത്ത വിശ്വാചാര്യൻ, അനാഥ സംരക്ഷണത്തിന്റെ കേളിഗ്രഹമായി തന്റെ വീട് മാറ്റി ലോകത്തിന് മാതൃകയാക്കിയ പ്രവാചക തിരുമേനി, അനവക്കാഫിൽ യതീമി ഫിൽ ജന്നതി ഹഖദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും എന്ന് പഠിപ്പിച്ചു കൊടുത്ത് പലിശയുടെ ഭയാനകത ലോകത്തെ പഠിപ്പിച്ച് പൈശാചികമായ വേലിയേറ്റങ്ങളെ, പൈശാചികമായ സ്വീകരണങ്ങളെ, ജീവിതത്തിൽ തിരസ്കരിക്കേണ്ട പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആ റസൂലുള്ളാഹിന്റെ ഖുതുബ കേട്ട ജനത ഓരോ ദിവസവും മാറുകയായി. പ്രവാചകന്റെ ഖുതുബ, ഇദാ ഖതബ നബിയുടെ ഖുതുബ എന്തായിരുന്നു? ഖുതുബ യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. അല്ലാഹുവിന്റെ റസൂലിന് ഖുതുബത്താനി യജ്ലിസു ബൈനഹുമാ യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. മിമ്പറിൽ കയറും, നബി ഖുതുബ നടത്തും, സഹാബത്ത് കരയും, റസൂലുള്ള കരയും. ആളുകൾക്ക് ഇത് മനസ്സിലായി. അവരവരുടെ തെറ്റുകൾ ഡിലീറ്റ് ചെയ്തു. ഓരോ വെള്ളിയാഴ്ച കഴിയുന്തോറും ഊതിക്കാച്ചിയ പൊന്ന് പോലെ അവർ സ്ഫുടം ചെയ്യപ്പെട്ടു. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് മഞ്ചേരിയിലെ അറബിയിൽ ഖുതുബ നടത്തുന്ന പള്ളിയിൽ 50 കൊല്ലം പോയ ബീരാൻ കാക്കാന്റെ മനസ്സിൽ ഒരു പരിവർത്തനവും ഉണ്ടാകുന്നില്ലെങ്കിൽ, ആ ബീരാൻ ഖാന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ, അവർക്ക് ഖുതുബ കേൾക്കാനുള്ള അവസരമില്ലെങ്കിൽ, അവർ ടിവിയാണ് കാണുന്നതെങ്കിൽ, അവർ യൂട്യൂബിലാണ് അഭിരമിക്കുന്നതെങ്കിൽ, അവർ വാട്സപ്പിലാണ് ജീവിക്കുന്നതെങ്കിൽ, അവർ മറ്റുള്ളവരോട് ചാറ്റ് നടത്തുകയാണെങ്കിൽ, ഭർത്താവ് പള്ളിയിലെങ്കിലും പോകുന്നുണ്ടെങ്കിലും അത് പോകാത്ത വനിതകളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മാധവി ചേച്ചിയെ പോലെ, ഇവിടുത്തെ ദമയന്തി ചേച്ചിയെ പോലെ, ഇവിടുത്തെ കല്യാണി അമ്മയെ പോലെ, ഇവിടുത്തെ മറ്റ് ഹൈന്ദവ ക്രൈസ്തവ സ്ത്രീകളെ പോലെ മുസ്ലിം സ്ത്രീക്കും പ്രത്യേകിച്ച് മതം കിട്ടാതെ പോകുന്നതിന് കാരണം പൗരോഹിത്യമാണ് എന്ന് തുറന്നു പറയാൻ നാം എന്ന് ഒരുക്കമാണോ അന്നേ ഈ കേരള ജനതയിലെ മുസ്ലിങ്ങൾ നന്നാവൂ.